വലിയ രാജ്യവ്യാപകമായി ഈ കണ്ണുകളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ വലിയ രാജ്യവ്യാപകമായ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഏക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് നഗരം, തിരുവനന്തപുരം നഗരം, തലസ്ഥാന നഗരം BJP എന്ന ദേശീയ പാർട്ടിക്ക് എന്തെങ്കിലും പിടിക്കാനാവുമോ? ഇപ്പോഴിതാ പിടിക്കാൻ ആവുമെന്ന് BJP തെളിയിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, BJPയുടെ ഒരു ഇലക്ട്രൽ പ്രോസ്പെക്റ്റിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ, അതിൽ ജില്ലകളിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ BJP എന്താണ് ഇന്നത്തെ നിലയിൽ BJPക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഏത് രീതിയിലാണ് BJP മാനസികമായി ഒരുങ്ങുന്നത്, ഇതാകും ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തുകളൊന്നും തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലൊന്നും തന്നെ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എല്ലായിടത്തും 3-ാം സ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ കൊല്ലം ജില്ലയിൽ BJP അപ്രതീക്ഷിതമായി കൊല്ലം കോർപ്പറേഷനിൽ ഉൾപ്പെടെ അവിടെ ഏതാണ്ട് ഒരു തൂക്ക് അന്തരീക്ഷമാണ് വരുന്നത് കൊല്ലത്ത്. അവിടെ UDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു എങ്കിൽ പോലും കോർപ്പറേഷനിൽ LDFന്റെ സീറ്റിനോടൊപ്പം ഒരു സീറ്റ് നേടാൻ BJPക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തെക്കൻ കേരളത്തിൽ BJP നഗരമേഖലയിലെങ്കിലും നിർണായക ശക്തിയായി വളരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അതുപോലെ ആലപ്പുഴയുടെ ചില ബെൽറ്റുകളിൽ BJPക്ക് സാന്നിധ്യമുണ്ടായി. കോഴിക്കോട് കോർപ്പറേഷൻ അപ്രതീക്ഷിതമായി BJPക്ക് 14 ഡിവിഷനുകൾ, 76 ഡിവിഷനുകളിൽ 14 ഡിവിഷനുകൾ, അവിടെയും LDFന് മേൽക്കോയ്മ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് LDFന് ഭരണത്തിൽ വരാൻ ഉള്ള സാഹചര്യം കോഴിക്കോട് കോർപ്പറേഷനിലുമില്ല. അവിടെയും BJP സാമാന്യം നല്ല പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന 3-ാം സ്ഥാനത്താണ് എങ്കിൽ പോലും 14 ഡിവിഷനുകൾ. തൃശ്ശൂരായിരുന്നു BJPക്ക് ഏറ്റവും അധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലം. തിരുവനന്തപുരം കഴിഞ്ഞാൽ തൃശ്ശൂർ കോർപ്പറേഷൻ ആയിരുന്നു. പക്ഷെ അവിടെ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല. സുരേഷ് ഗോപി ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം വണ്ടർ എന്ന നിലയിൽ ഒരുപക്ഷെ കാണേണ്ടി വരും. അവിടെ സുരേഷ് ഗോപി ഇഫക്റ്റ് തുടർന്നും ആ രീതിയിൽ ആ മാജിക്, കലിംഗിന്മേലുള്ള ചർച്ചകളൊന്നും തന്നെ ആ മാജിക് തുടരാൻ പര്യാപ്തമായില്ല എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം തെല്ല് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മൊത്തത്തിൽ പുതിയൊരു നേതൃത്വം, രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പല പഠനപിണക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സാമാന്യം ശക്തമായി തന്നെ കേഡർ സംവിധാനത്തിന്റെ സാധ്യതയോടെ സോഷ്യൽ മീഡിയ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തിയ അർബൻ വോട്ടർമാരെ സ്വാധീനിക്കാൻ നടത്തിയ നീക്കത്തിൽ കാര്യമായ മെച്ചമുണ്ടായിട്ടുണ്ട്. BJPക്ക് വോട്ട് ഷെയറിൽ കാര്യമായ ഏർലി കണക്കുകൾ അനുസരിച്ച് കേരളത്തിന്റെ മൊത്തം വോട്ട് ഷെയറിൽ കാര്യമായ മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്, അല്ലെ കാര്യമായ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. 20% ലോക്സഭയിലെ BJPയുടെ വോട്ട് ഷെയർ. അതിൽ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നത് ഇനി അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. ഒരുപക്ഷെ 20% നിലനിർത്താൻ തദ്ദേശത്തിൽ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. അന്തിമ കണക്കുകൾ വരുമ്പോൾ BJP താമരച്ചിഹ്നത്തിൽ മത്സരിച്ച BJP, കാരണം ഞാൻ BJP എന്ന് മാത്രമേ പറയുന്നുള്ളൂ, NDAയുടെ മറ്റ് ഘടക കക്ഷികൾക്ക് കാര്യമായ ഒരു പങ്കാളിത്തം ഇതിനകത്ത് ഇല്ലാതെ പോയി. കാരണം BJP NDA എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് BDJS വളരെ ചെറിയൊരു ശുഷ്കമായ കക്ഷിയായി ചുരുങ്ങിയിരിക്കുന്നു. മറ്റ് ചില ചെറിയ പാർട്ടികൾ അതേ മാറ്റി നിർത്തി കഴിഞ്ഞാൽ NDA ഇൻ കേരള ഈസ് ആക്ച്വലി ഭാരതീയ ജനതാ പാർട്ടി. പക്ഷേ ഗ്രൂപ്പ് വഴക്കുകൾ, ചില ആത്മഹത്യകൾ, ഇതെല്ലാം തന്നെ BJP ആദ്യത്തെ ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കിയെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് ചില മേഖലകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിവാദം എങ്ങനെയാണ് BJPയുടെ സാധ്യതകളെ ബൂസ്റ്റർ ചെയ്തത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ ആചാര സംരക്ഷണം 2019 ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട തെരുവിലിറങ്ങിയതിൽ ഏറ്റവും ഊർജ്ജസ്വലമായി തെരുവിലിറങ്ങിയത് BJPയുടെ പ്രവർത്തകരും നേതാക്കളുമാണ്. പക്ഷേ അതിൻ്റെ പ്രയോജനം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിച്ചത് UDFനാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ BJP നേരിട്ട് വലിയ കോലാഹലങ്ങളിലേക്ക്, വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങിയില്ല എന്ന് കാണാം. അതേസമയം വികസനവും വിശ്വാസവും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, വികസനത്തിന്റെ സാധ്യതകൾ ജനങ്ങൾക്ക് പറഞ്ഞുകൊണ്ട്, ഇനി തിരുവനന്തപുരം നഗരത്തിന് പ്രത്യേകിച്ച് നരേന്ദ്രമോദി വരും, പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കും, ഒരുപക്ഷെ ഒളിമ്പിക്സിന് വേദി തന്നെയായി തിരുവനന്തപുരം മാറിയേക്കാമെന്ന നിറം പിടിപ്പിച്ച കഥകൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് നഗരമേഖലയിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഉണ്ടാക്കിയത് എന്ന് കാണാം. അതുകൊണ്ട് BJPയുടെ പ്രചരണ സംവിധാനം സാമാന്യം തരക്കേടില്ലാതെ പ്രവർത്തിച്ചു. BJP കിട്ടാവുന്ന വാർഡുകളിൽ അത് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വലിയ ഒരു ഞെട്ടലിനുള്ള ഒരു സാഹചര്യം. BJP ഇപ്പോഴും UDFനോടോ LDFനോ സമമായി നിൽക്കാനുള്ള ഒരു വലിപ്പം പാൻ കേരള അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. കൃത്യമായ അർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം പലയിടത്തും നടന്നിട്ടില്ല. UDFും LDFും തമ്മിൽ തന്നെയായിരുന്നു മുഖ്യ പോരാട്ടം. പക്ഷേ അവിടെ ഒരു സ്പോയിലറായി മാറാൻ, അവിടെ ഹങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ
BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നിരിക്കുന്നു എന്ന് കാണാം. അതുകൊണ്ട് പുതിയ നേതൃത്വം, രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ നേതൃത്വം, അതുകൊണ്ട് ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു പുതിയ നേതൃത്വം, കേന്ദ്രത്തിന്റെ കൂടുതൽ ശ്രദ്ധ. ഇപ്പോൾ എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് തിരുവനന്തപുരം BJP മേയറായി ഒരുപക്ഷെ IG ശ്രീലേഖയെ ഒരുപക്ഷെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ VV രാജേഷ് ആക്കാം, ആര് തന്നെ ആയിരുന്നാലും ശരി. BJPയുടെ ഒരു നഗരസഭ അധ്യക്ഷൻ അല്ലെങ്കിൽ മേയർ വരുമ്പോൾ രാജ്യവ്യാപകമായി പ്രസിഡന്റ് ഇവിടെ വന്നിറങ്ങിയാലും പ്രധാനമന്ത്രി വന്നിറങ്ങിയാലും പ്രധാനപ്പെട്ട വിദേശ നേതാക്കൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയാലും അവരെ സ്വീകരിക്കാനും വേദിയിൽ ഒരു ഇരിപ്പിടവുമായി തീർച്ചയായും BJPയുടെ ഒരു മേയർ ഇവിടെ ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന ഒപ്റ്റിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് BJPക്ക് തീർച്ചയായും അഭിമാനിക്കാൻ കഴിയും. അസ്യൂമിങ് ദാറ്റ് BJP വിൽ ഫോം ദി കോർപ്പറേഷൻ ചെയർ എന്നുള്ള ഒരു അസംഷനിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. നാളെ അന്തിമ ഫലം വരുമ്പോൾ മറ്റെന്തെങ്കിലും മാജിക് സംഭവിച്ചാൽ ഈ പറഞ്ഞത് എനിക്കെതിരെ ആരോപണമായി ഉന്നയിക്കരുത് ദയവായി. അതുകൊണ്ടാണ് പറയുന്നത് BJPയുടെ ജൈവികമായ വളർച്ച ദക്ഷിണ കേരളത്തിൽ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ തുടരുന്നു. വടക്കൻ കേരളത്തിൽ ഇപ്പോഴും കാര്യമായ വേരോട്ടം, കോഴിക്കോട് ചെറിയ മാറ്റങ്ങൾ വന്നുവെങ്കിൽ പോലും വ്യാപകമായ അർത്ഥത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതേസമയം കാസർഗോഡ് ചില മേഖലയിൽ BJPക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പാലക്കാട് BJPയുടെ അടിത്തറ നിലനിർത്താൻ കഴിയുന്നു. ഇതെല്ലാം തന്നെ ശുഭസൂചനകളാണ്. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ന്യായമായും ഒരു ഡബിൾ ഡിജിറ്റ് ഓപ്പണിംഗ് അക്കൗണ്ട് വിത്ത് എ ഡബിൾ ഡിജിറ്റ് നമ്പർ 8, 9, 10 സീറ്റിലേക്ക് എന്ന ഒരു പ്രതീക്ഷ BJPക്ക് ഉണ്ടാകാമെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോഴും അതിശക്തമായ ഒരു മൂന്നാം കക്ഷിയായി BJP ഇപ്പോഴും മാറിയിട്ടില്ല എന്ന ഏർലി സൂചനയാണ്. സ്വാധീനം ചില മേഖലകളിൽ ഒതുങ്ങുന്നു. തിരുവനന്തപുരം എന്ന മേഖല തീർച്ചയായും BJP നമ്പർ 1 കക്ഷിയായി മാറിയിരിക്കുന്നു. അത് നിസ്സംശയം പറയാൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏതാണ്ട് അതുപോലെ തന്നെ ആവർത്തിച്ചതുകൊണ്ടാണ് BJPക്ക് അഭിമാനകരമായ നേട്ടം തിരുവനന്തപുരത്തെ ഉണ്ടായത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് BJPയുടെ ഭാവിയും വളർന്നുകൊണ്ടിരിക്കുന്ന ജൈവികമായ വളർച്ചയുള്ള BJP ഇപ്പോൾ വളരുന്നത് കോൺഗ്രസിന്റെ വോട്ടിലായിരുന്നു എന്നാണ് മുൻകാലങ്ങളിലെ നിഗമനം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. LDFിനോടൊപ്പം നിന്ന ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഉൾപ്പെടെ ഒരു ഭാഗം തെക്കൻ കേരളത്തിലെങ്കിലും കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ BJPയിലേക്ക് വരുന്നു. ചെറുതെങ്കിലും ട്രിക്കിൾ, ബട്ട് നോട്ട് ഇൻ ടോറൻസ്, പക്ഷേ ട്രിക്കിൾ അതാണെങ്കിൽ പോലും അത് വരുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് LDF നയം മാറുമോ? ഈ LDFിന്റെ നയത്തിൽ ഇനി മാറ്റമുണ്ടാകുമോ? എങ്ങനെയാണ് ഈ കുത്തൊഴുക്ക് മാറുക? പണ്ട് UDFിൽ നിന്നും BJPയിലേക്ക് പോകാനുള്ളവരെല്ലാം പോയി കഴിഞ്ഞു. ഇനിയുള്ളത് LDFിൽ നിന്നാണ്. അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നതാണ് BJPയുടെ വിജയപരാജയങ്ങളെ അസസ് ചെയ്യുന്ന കാര്യം. അത് മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ട് കോട്ടയം ജില്ലയിൽ വേണ്ട പ്രഭാവമൊന്നും BJP വരുത്തിയതായി കാണുന്നില്ല. കാരണം കോട്ടയം ജില്ലയിൽ ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിൽ വലിയ രീതിയിൽ കാൻഡിഡേറ്റ്സിനെ നിർത്തിക്കൊണ്ട് BJP മത്സരിച്ചു. പക്ഷേ ഈ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി അത് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും ഒക്കെ പ്രഭാവ കേന്ദ്രങ്ങൾ, അവിടെയെല്ലാം BJPയുടെ പെർഫോമൻസ് എന്താണെന്ന് കൂടുതൽ ആഴത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഈ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതുപോലെ തൃശ്ശൂരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു നല്ല പങ്ക് വോട്ട് ചെയ്തതുപോലെ കോട്ടയം ജില്ലയിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അത്രയധികം വോട്ട് ചെയ്തതായി കാണുന്നില്ല. പക്ഷേ അത് ആഴത്തിലുള്ള അനാലിസിസിൽ എങ്ങനെയാണ് BJP നിർത്തിയ ക്രൈസ്തവ കാൻഡിഡേറ്റ്സ് ഉൾപ്പെടെ പെർഫോം ചെയ്തത് എന്നുകൂടി അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ BJPക്ക് അഭിമാനിക്കാം, ഒട്ടൊക്കെ ആശ്വസിക്കാം. കാര്യമായ ഞെട്ടലിന് വകുപ്പില്ല എന്ന് തന്നെയാണ് നിഗമനം.